തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ നയാസിന്റെ ആദ്യ ഭാര്യയെ കൂടി പ്രതി ചേർത്തു. വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യ ഭാര്യ റെജീനയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തത്. നിലവിൽ ഒളിവിൽ കഴിയുന്ന ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ കേസിലെ മുഖ്യപ്രതിയായ നയാസിന്റെ ആദ്യ ഭാര്യയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റവും ഗർഭസ്ഥ ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. മരിച്ച ഷമീറ ബീവിയുടെ പ്രസവമെടുക്കാൻ വീട്ടിലുണ്ടായിരുന്നത് ആദ്യ ഭാര്യയായ റെജീനയും മകളുമായിരുന്നു. മകളെ പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ നയാസിനെയും കേസിൽ ഇന്നലെ അറസ്റ്റിലായ അക്യുപഞ്ചർ ചികിത്സകനെയും കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ആദ്യ ഭാര്യയുടെ മകളെ കൂടി പോലീസ് പ്രതിപ്പട്ടികയിൽ ചേർത്തേക്കുമെന്നാണ് സൂചന. സംഭവത്തിൽ അക്യുപഞ്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീൻ പറഞ്ഞിട്ടാണ് ഭാര്യ ഷമീറ ബീവിയെ ആശുപത്രിയിലേക്ക് മാറ്റാതിരുന്നതെന്നാണ് നയാസ് ചോദ്യം ചെയ്യലിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്. ഈ മാസം 19-നാണ് പാലക്കാട് സ്വദേശിയായ വീട്ടമ്മ ഷമീറ ബീവി വീട്ടിൽ നടന്ന പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് നേമത്തെ വാടക വീട്ടിൽ മരണമടഞ്ഞത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.